അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹ്. ഏറെ പ്രിയങ്കരരായ ഖത്മുൽ ഖുർആൻ ശ്രോതാക്കളെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അൽഹംദുലില്ലാഹ് നമ്മൾ ഖത്മുൽ ഖുർആൻ വിത്ത് മീനിങ്, മഅൽ മാന, ആശയബോധ്യത്തോടെ, തജ്വീദോടെ ഖുർആൻ ഖത്തം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിവെച്ച ഈ ഒരു ഉദ്യമം 49-ാം അധ്യായം സൂറത്തുൽ ഹുജുറാത്തിലെത്തി. ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഓരോ സൂറത്തുകൾ മുഴുവനായിട്ടായിരിക്കും. ഇനി മുതലുള്ള അധ്യായങ്ങൾ ഓരോ വീഡിയോകളിലും മുഴുവനായി പാരായണം ചെയ്തും അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെ ആയത്തുകൾ പ്രത്യേകമായി ഒന്ന് ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിയും പോവാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കും നമുക്കൊക്കെ കൂടുതൽ പരിചയമുള്ള ഭാഗങ്ങളായതുകൊണ്ട് സ്വയം ഒന്നുകൂടെ വായിക്കാൻ അവസരം ഉണ്ടാവും. ഇൻഷാ അല്ലാഹ്, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമുക്ക് പാരായണത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായി സൂറത്തുൽ ഹുജുറാത്തിനെ കുറിച്ച് ചെറിയ ഒരു ധാരണ. സൂറത്തുൽ ഹുജുറാത്ത് എന്നാണ് വായിക്കേണ്ടത്, ഹുജറാത്ത് എന്നല്ല. നിങ്ങൾ കൃത്യമായി ഒന്ന് നോക്കിയാൽ ചില ആളുകളൊക്കെ സൂറത്തുൽ ഹുജറാത്ത് എന്നും സൂറത്തുൽ ഹുജറാത്ത് എന്നും ഒക്കെ പറയാറുണ്ട്. ഹുജു എന്നാണ്. ഹാന് ദൊമ്മുള്ളതുപോലെ ജീമിനും ദൊമ്മാണ്. പലപ്പോഴും പലർക്കും ഇതൊരു പുതിയ കാര്യമായിട്ട് തോന്നാം. ഇതുവരെ കറക്ഷൻ വന്നിട്ടുണ്ടാവില്ല. ഹുജുറാത്താണ്, ഹുജു. സൂറത്തുൽ ഹുജുറാത്ത് 49-ാം അധ്യായം 18 വചനങ്ങൾ. മദനീയയായ അധ്യായം, മദീനയിൽ അവതരിച്ചിട്ടുള്ള അധ്യായം. ഒരു വിളിയോടുകൂടെയാണ് തുടങ്ങുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് സൂറത്തുൽ ഹുജുറാത്ത് തുടങ്ങുന്നത് എന്ന് കാണാൻ കഴിയും. ഹുജുറാത്ത് എന്ന് പേര് നൽകപ്പെടാനുള്ള കാരണം അതിൻ്റെ അർത്ഥം മനസ്സിലാകുമ്പോൾ തന്നെ ബോധ്യപ്പെടും. ഹുജുറാത്ത് എന്ന് പറഞ്ഞാൽ മുറികൾ എന്നാണ്. മുറികൾ അല്ലെങ്കിൽ റൂമുകൾ, അറകൾ എന്നൊക്കെ പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇണകളുടെ റൂമുകൾ മസ്ജിദുൻ നബവിയുടെ മുഅഖിറത്തായിട്ട്, പിന്നിലായിട്ട് ഉണ്ടായിരുന്നു എന്നറിയാമല്ലോ. ആ ചെറിയ കുടിലുകൾക്ക്, വീടുകൾക്ക് അതിനുള്ള പേരാണ് ഹുജുറാത്ത് എന്ന് പറയുന്നത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി എങ്ങനെ സംസാരിക്കണം, അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ത്, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു വിഷയം, ആ ഒരു പേര് തന്നെ അതിന് നൽകപ്പെട്ടു എന്ന് വേണമെങ്കിൽ കരുതാം. സൂറത്ത് ഒരുപാട് അദബുകൾ പഠിപ്പിക്കുന്ന അധ്യായമാണ്. അതുകൊണ്ട് തന്നെ സൂറത്തുൽ ആദാബ് എന്നും സൂറത്തുൽ അഖ്ലാഖ് എന്നുമൊക്കെ പേരുകളുണ്ട് എന്ന് പറയപ്പെടുന്നു. ഒരുപാട് ആദാബുകൾ റബ്ബുമായുള്ള, അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള, അതുപോലെ നമ്മൾ പരസ്പരമുള്ള, അതുപോലെ സമൂഹത്തിൽ പൊതുവെ പാലിക്കേണ്ടതായ വിഷയങ്ങൾ, ഇതിലൊക്കെ കുറേ മര്യാദകൾ, അദബുകൾ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് പഠിക്കണം. ഇത് നമ്മുടെ കുടുംബത്തെ, മക്കളെ ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. ഇൻഷാ അല്ലാഹ് നമുക്ക് പാരായണത്തിലേക്ക് കടക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലിഹി വത്തഖുല്ലാഹ് ഇന്നല്ലാഹ സമീഉൻ അലീം.
يا أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون إن الذين يغضون أصواتهم عند رسول الله أولئك الذين امتحن الله قلوبهم للتقوى لهم مغفرة وأجر عظيم إن الذين ينادونك من وراء الحجرات أكثرهم لا يعقلون ولو أنهم صبروا حتى تخرج إليهم لكان خيرا لهم والله غفور رحيم يا أيها الذين آمنوا إن جاءكم فاسق بنبأ فتبينوا أن تصيبوا قوما بجهالة فتصبحوا على ما فعلتم نادمين واعلموا أن فيكم رسول الله لو يطيعكم في كثير من الأمر لعنتم ولكن الله حبب إليكم الإيمان وزينه في قلوبكم وكره إليكم الكفر والفسوق والعصيان أولئك هم الراشدون فضلا من الله ونعمة والله عليم حكيم وإن طائفتان من المؤمنين اقتتلوا فأصلحوا بينهما فإن بغت إحداهما على الأخرى فقاتلوا التي تبغي حتى تفيء إلى أمر الله فإن فاءت فأصلحوا بينهما بالعدل وأقسطوا إن الله يحب المقسطين إنما المؤمنون إخوة فأصلحوا بين أخويكم واتقوا الله لعلكم ترحمون يا أيها الذين آمنوا لا يسخر قوم من قوم عسى أن يكونوا خيرا منهم ولا نساء من نساء عسى أن يكن خيرا منهن ولا تلمزوا أنفسكم ولا تنابزوا بالألقاب
بئس الاسم الفسوق بعد الإيمان ومن لم يتب فأولئك هم الظالمون. يا أيها الذين آمنوا اجتنبوا كثيرا من الظن إن بعض الظن إثم ولا تجسسوا ولا يغتب بعضكم بعضا أيحب أحدكم أن يأكل لحم أخيه ميتا فكرهتموه واتقوا الله إن الله تواب رحيم. يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير. قالت الأعراب آمنا قل لم تؤمنوا ولكن قولوا أسلمنا ولما يدخل الإيمان في قلوبكم وإن تطيعوا الله ورسوله لا يلدكم من أعمالكم شيئا إن الله غفور رحيم. إنما المؤمنون الذين آمنوا بالله ورسوله ثم لم يرتابوا وجاهدوا بأموالهم وأنفسهم في سبيل الله أولئك هم الصادقون. قل أتعلمون الله بدينكم والله يعلم ما في السماوات وما في الأرض والله بكل شيء عليم. يمنون عليك أن أسلموا قل لا تمنوا علي إسلامكم بل الله يمن عليكم أن هداكم للإيمان إن كنتم صادقين. إن الله يعلم غيب السماوات والأرض والله بصير بما تعملون. ഏറെ പ്രസക്തമായ ഏറെ ഗൗരവമായ വിഷയങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. തുടക്കം മുതൽ പറഞ്ഞു പോരുകയാണ് വേണ്ടത്. എന്നിരുന്നാലും എനിക്കൊരു വചനം വല്ലാതെ എന്നെ സ്പർശിക്കുന്നു. അതേതാണെന്നറിയാമോ? 13-ാമത്തെ വചനത്തിലെ യാ അയ്യുഹന്നാസു ഇന്ന ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു. തൊട്ട് മുകളിലുള്ള 2 വചനങ്ങളെ ഇതിലേക്ക് ചേർത്ത് വെക്കണം. അവിടെയൊക്കെ സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്തിട്ടുണ്ട്. ഇവിടെ യാ അയ്യുഹന്നാസ് എന്നും അഭിസംബോധന തുടങ്ങിയിട്ടുണ്ട്. മനുഷ്യരെ മുഴുവനും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പരസ്പരം കളിയാക്കുകയോ കുറ്റപ്പെടുത്തുകയോ
കുത്തുവാക്കുകൾ ഉപയോഗിക്കുകയോ ഇഷ്ടമില്ലാത്ത മറ്റു പേരുകൾ വെച്ച് അവരെ വിളിക്കുകയോ ചെയ്യേണ്ടവരല്ല. നിങ്ങൾ പരസ്പരം യുദ്ധം ചെയ്ത് രക്തം ചിന്തി കുഴപ്പം സൃഷ്ടിക്കേണ്ടവരല്ല. ഒന്നിൻ്റെ പേരിലും മതത്തിൻ്റെയും ജാതിയുടെയും ഭാഷയുടെയും രാഷ്ട്രത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഒന്നും പേരിൽ പരസ്പരം കലഹിക്കേണ്ടവരല്ല. നിങ്ങൾ വ്യത്യസ്ത വിഭാഗങ്ങളും വ്യത്യസ്ത ഗ്രൂപ്പുകൾ, വ്യത്യസ്ത പാർട്ടുകളായി നിന്ന് പ്രവർത്തിക്കുന്നത് പ്രവർത്തനത്തിന് വേണ്ടി, അതല്ലെങ്കിൽ തിരിച്ചറിയുന്നതിന് വേണ്ടി ഒക്കെയാണ്. തിരിച്ചറിയാതിരിക്കുവാനും, അതല്ലെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ വേർതിരിച്ചെടുത്ത് അക്രമം നടത്തുവാൻ വേണ്ടിയൊന്നുമല്ല. നിങ്ങൾ ഒരേ മാതാവിൻ്റെയും പിതാവിൻ്റെയും സന്തതികളാണ്. നിങ്ങൾ ഒരേ മാതാവിൻ്റെയും പിതാവിൻ്റെയും. ഇന്ന ഖലഖ്നാകും, നിങ്ങളെ നാം സൃഷ്ടിച്ചത് മിൻ ദക്കർ വ ഉൻസ, ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ്. നിങ്ങളിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമർ ആയി തിരഞ്ഞെടുക്കപ്പെടുന്നത് ഇവിടെ നിങ്ങൾ കാണിക്കുന്ന ഏതെങ്കിലും മത്സരങ്ങളല്ല, നിങ്ങളുടെ ശക്തിയല്ല, നിങ്ങളുടെ സാമ്പത്തികമല്ല, നിങ്ങളുടെ മറ്റൊരു കാര്യവുമല്ല, ഭൗതികമായ ഒന്നുമല്ല. മറിച്ച് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും മാന്യരാകുന്നത്, അതല്ലെങ്കിൽ ഏറ്റവും പ്രഗത്ഭരാകുന്നത് അള്ളാഹുവിങ്കൽ, ദൈവത്തിൻ്റെ അടുക്കൽ ആരാണ്? അത്ഖാക്കും, സൂക്ഷ്മതയോടെ ജീവിച്ചിട്ടുള്ള ആളുകളാണ് എന്ന്. നിങ്ങൾ ഈജ്തനിബു കസീറം മിനൽ വൻ, സത്യവിശ്വാസികളെ എന്ന് വിളിച്ച് വിശ്വാസി സമൂഹത്തെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഈജ്തനിബു കസീറം മിനൽ വൻ, നിങ്ങൾ ഊഹം വെടിയണം. കാരണം ഇന്ന ബഅദ വന്നി ഇസ്ം, ഏറെക്കുറെ ഊഹങ്ങളും പാപമായി മാറും. അത് വെറും ഊഹം തന്നെയായിരിക്കും. യാതൊരു പ്രൂഫും ഇല്ലാതെ ഒരു കാര്യവും നിങ്ങൾ വിശ്വസിക്കരുത്. മറ്റൊരാളുടെ പേരിലും ഒന്നും പറഞ്ഞു നടക്കരുത്. ഇപ്പം ഇന്ന് സോഷ്യൽ മീഡിയയുടെ അതിപ്രസര കാലമാണ്. വാട്സപ്പുകളെ ആധാരമായി കാണുന്നവരുണ്ട്. എന്തിനും വാട്സപ്പ് പ്രമാണമാണ്. അങ്ങനെ എന്തെങ്കിലും കാണുമ്പോഴേക്കും കേൾക്കുമ്പോഴേക്കും അതിനെ വായിക്കുക പോലും ചെയ്യാതെ, കേൾക്കുക പോലും ചെയ്യാതെ, അന്വേഷിക്കുക പോലും ചെയ്യാതെ അത് മറ്റുള്ളവരിലേക്ക് ഫോർവേഡ് ചെയ്യുന്ന ആളുകളുണ്ട്. പിന്നീട് തിരുത്തുകൾ കൊണ്ട് കാര്യമുണ്ടാവില്ല. ആദ്യം കേട്ടവരോ കണ്ടവരോ അല്ല പിന്നീട് കേൾക്കാനും കാണാനും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളൊന്നും പറയരുത്, ചെയ്യരുത്, തീരുമാനിക്കരുത്. ഊഹം തെറ്റാണ്. നിങ്ങളങ്ങനെ ഊഹിച്ച് പറയേണ്ടവരല്ല, നിങ്ങൾ കലഹിക്കേണ്ടവരല്ല. ഒരു വീട്ടിലെ അംഗങ്ങളാണ് നിങ്ങളെല്ലാവരും. ഒരു ചെടിയിലെ വ്യത്യസ്ത ഇലകളും വ്യത്യസ്ത ചില്ലകളും വ്യത്യസ്ത കായ്ക്കനികളും വ്യത്യസ്ത പൂക്കളുമൊക്കെയാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ പരസ്പരം ഒന്നിൻ്റെ പേരിലും കലഹമോ ആക്രമണമോ ഉണ്ടാകാൻ പാടില്ല എന്ന്. വല തജസ്സസു വല യഗ്തബ് ബഅദുകും ബഅദ, നിങ്ങൾ നിങ്ങളുടെ സഹോദരൻ മരിച്ചു കിടക്കുമ്പോൾ അതിൽ നിന്ന് ഭക്ഷിക്കുവാൻ, അയാളുടെ ശരീരത്തിൽ നിന്ന് ഭക്ഷിക്കുവാൻ, പച്ച മാംസം ഭുജിക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ലല്ലോ? ഇല്ല. ഫകരിഹ്തുമൂഹു, നിങ്ങൾക്കത് ഇഷ്ടമില്ല എങ്കിൽ അതുപോലെയാണ് മറ്റൊരാളെക്കുറിച്ച് ഒന്നും പറയുന്നത് ശരിയല്ല എന്ന് പറയുന്നു. നമ്മൾ എത്രയാലേ മറ്റൊരാൾക്ക് ഇഷ്ടമില്ലാത്തത് അയാളെക്കുറിച്ച് പലപ്പോഴും പറയാറുള്ളത്. ഒരാളുടെ തെറ്റ് തന്നെ അയാൾക്ക് ഇഷ്ടമാണോ അല്ലേ അതൊന്നും അവിടെ നോട്ടല്ല. ഒരാൾ ചെയ്തു പോയ തെറ്റിനെ പോലും നമ്മൾ പ്രചരിപ്പിക്കുവാൻ പാടില്ല. നാട്ടിലെ നിയമങ്ങൾ തന്നെ നോക്കൂ നിങ്ങൾ. കൃത്യമായ പ്രൂഫ് ഉണ്ടെങ്കിൽ മാത്രമേ ശിക്ഷ പോലും ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളൊരു കാരണവശാലും ഒന്നും മറ്റൊരാളെക്കുറിച്ച് ഒന്നും പറയാൻ പാടില്ല. നമുക്കറിയാത്ത ഒരു കാര്യവും പറയാൻ പാടില്ല എന്ന്. ശരി, ഇനി സൂറത്ത് ഹുജറാത്തിലെ ആദ്യ ഭാഗത്ത് പറയുന്ന കാര്യങ്ങളെ ചെറിയ തോതിലൊന്ന് മനസ്സിലാക്കാം. സത്യവിശ്വാസികളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നു എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ. നിങ്ങൾ ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലിഹി വത്തഖുല്ലാഹ് ഇന്നല്ലാഹ സമീഉൻ അലീം. അല്ലാഹുവിൻ്റെയും റസൂലിൻ്റെയും മുമ്പിൽ നിങ്ങൾ മുൻകടക്കുവാൻ പാടില്ല. എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം?
അള്ളാഹുവിനും റസൂലിനും നിങ്ങൾ മുൻകടക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഖൗലൻ വഫിഅലൻ, വാക്കാലും പ്രവൃത്തിയാലും അള്ളാഹുവും റസൂലും പഠിപ്പിച്ചതിലപ്പുറത്ത് ശർഈയായ മതപരമായ കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അതിര് കവിയാൻ പാടില്ല. ഇപ്പോൾ ഏറ്റവും ഉദാഹരണമായി ഒരു നമസ്കാരമാണെങ്കിൽ റസൂലുള്ള പഠിപ്പിച്ച ഫർദ് നമസ്കാരങ്ങളും സുന്നത്ത് നമസ്കാരങ്ങളും അല്ലാത്ത പ്രബലമായ സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കുന്നില്ലെങ്കിലും ഏതൊക്കെയോ ചില സുന്നത്ത് നമസ്കാരങ്ങളിലേക്കോ അതിൽ സുന്നത്താണെന്ന് ഏതൊക്കെയോ രീതിയിൽ നമ്മൾ കേൾക്കാത്ത പല നമസ്കാരങ്ങളും പലപ്പോഴും പലരും നമ്മളിങ്ങനെ കേൾക്കാറുണ്ട്. അങ്ങനെയല്ല. റസൂലും അള്ളാഹുവും സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അല്ലാഹു സുബ്ഹാനഹു വ തആലയും പറഞ്ഞതിലപ്പുറത്ത് മതപരമായ വിഷയങ്ങളിൽ നിങ്ങൾ ചെയ്യുന്നത് അത് ബിദ്അത്തായി മാറും എന്ന് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുക. നിങ്ങൾ ചെയ്യേണ്ടത് ഫർദായ അതുപോലെ സുന്നത്തായി നമ്മൾക്ക് കൃത്യമായി പഠിപ്പിക്കപ്പെട്ട സംശയങ്ങളില്ലാത്ത, ആശയക്കുഴപ്പമില്ലാത്ത, തർക്കങ്ങളും വാദങ്ങളും ഇല്ലാത്ത കാര്യങ്ങൾ തന്നെ എമ്പാടും ചെയ്യാനുണ്ട്. അവ നിങ്ങൾ ചെയ്യൂ. അതിലൂടെ വത്തഖുല്ലാഹ്, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകണം. എന്നിട്ട് ചേർത്ത് വെച്ച വാക്കു നോക്കൂ, ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം നിങ്ങൾ, കാരണം അല്ലാഹു സമീഅൻ അലീമാണ്. വീണ്ടും പറഞ്ഞു ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. ഇതിന് പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. നബിയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ശബ്ദത്തിൽ സംസാരിക്കുന്ന ഒരു സന്ദർഭമുണ്ടായി സഹാബികൾക്കിടയിൽ. അപ്പോഴാണ് ഈ വചനം ഇറങ്ങുന്നത് എന്ന് കാണാം. നിങ്ങൾ വായിക്കുക. അവിടെ ലാ തർഫഉ, റസൂലിൻ്റെ മുമ്പിൽ നമ്മുടെ മുമ്പിൽ റസൂലില്ല. അന്ന് അങ്ങനെയായിരുന്നു. നമ്മുടെ മുമ്പിൽ റസൂലില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നമ്മളോട് ഈ ആയത്ത് എങ്ങനെ സംസാരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ള ഒരു കാര്യം നമ്മൾ പഠിപ്പിച്ചു. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറച്ചുണ്ണുന്നവൻ വിശ്വാസിയല്ല എന്നൊരു വചനം പഠിപ്പിച്ചു. അല്ലെങ്കിൽ നിങ്ങൾ വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുന്നതും വലത് കൈകൊണ്ടാകട്ടെ, ഇങ്ങനെ പഠിപ്പിച്ചു. അല്ലെങ്കിൽ നിങ്ങൾ ഫൽയഖുൽ ഖൈറൻ, നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ ഇങ്ങനെ കുറേ കാര്യം പഠിപ്പിച്ചു. ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളയുടെ ഈ വചനം റസൂലുള്ള ഉള്ളതുപോലെ നമ്മൾ കാണാം. ഇതിനെതിരായി ചെയ്യുമ്പോൾ നമ്മൾ റസൂലിനേക്കാളും ഉച്ചത്തിൽ സംസാരിച്ചവരായി. അതിനെ എതിർക്കുകയോ അത് ശരിയല്ല എന്ന് വാദിക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ അതിനേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നവരായി, ആ ഒരാശയത്തേക്കാൾ മുകളിൽ കയറുന്നവരായി. അങ്ങനെ നിങ്ങൾ ഉയർത്തരുത് എന്ന്. അതേപോലെ തന്നെ ഇത് റസൂലുള്ളയോട് സംസാരിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദയെ സംബന്ധിച്ച് പറഞ്ഞു എന്ന നിലയിൽ കാണുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഗുരുക്കന്മാരുടെ മുമ്പിൽ, അതേപോലെ മാതാപിതാക്കളുടെ മുമ്പിൽ, മുതിർന്നവരുടെ മുമ്പിൽ, ഉലമാക്കളുടെ മുമ്പിൽ, അതുപോലെ ഭരണാധിപരുടെ മുമ്പിൽ, നമ്മുടെ മുകളിലുള്ള ആളുകളുടെ മുമ്പിൽ അവരോട് സംസാരിക്കുമ്പോൾ സമൂഹത്തിൻ്റെ എല്ലാ തട്ടുകളിലും പരസ്പരം പാലിക്കേണ്ട ഒരു മര്യാദ കൂടെയാണ് സംസാരം. ശബ്ദം താഴ്ത്തേണ്ടിടത്ത് ശബ്ദം താഴ്ത്തി തന്നെ സംസാരിക്കണം. പൊതുവേ വിശ്വാസികളുടെ അടയാളമാണ് ഇന്ന അൻകറൽ അസ്വാതില സൗത്തുൽ ഹമീർ എന്ന് 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാൻ ഹക്കീം തന്റെ മകനെ പഠിപ്പിക്കുന്ന അധ്യാപനങ്ങളിൽ കൊടുത്ത ഒന്നാണത്. ശബ്ദം താഴ്ത്തണം. വഗ്ദുദ് മിൻ സൗതിക്, ശബ്ദം താഴ്ത്തി വേണം സംസാരിക്കുവാൻ. നമ്മൾ ദേഷ്യം വരുമ്പോഴേക്ക് ആരോടൊക്കെ എന്തൊക്കെയോ പറഞ്ഞു പോകുന്നു. ഞാനും നിങ്ങളുമൊക്കെ അതിൽ പലപ്പോഴും പരാജയപ്പെടാറുണ്ട്. ശ്രദ്ധിക്കണം എന്നത് സാന്ദർഭികമായി ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ റസൂലുള്ളാൻ്റെ മുറിയുടെ അടുത്ത് നിന്ന് റസൂലുള്ളയെ വിളിക്കാൻ വന്ന സമയത്ത് ആവർത്തിച്ചു വിളിക്കുകയും ശബ്ദിച്ചു വിളിക്കുകയും ഒക്കെ ചെയ്ത സന്ദർഭമുണ്ട്. അവരെക്കുറിച്ചാണ് ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജുറാത്തി അക്സറുഹും ലാ യഅഖിലൂൻ. അറിയാത്തത് കൊണ്ടാണ് അവർ പലരും, അധികം ആളുകളും മുറിക്കപ്പുറത്ത് നിന്ന് റസൂലുള്ളയെ ഉറക്കെ വിളിക്കുമായിരുന്നു എന്ന്. അവർ ക്ഷമിക്കുകയും താങ്കൾ വരുന്നതുവരെ അവിടെ ഇരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതായിരുന്നു നല്ലത്. എന്നിട്ട് പറഞ്ഞു അല്ലാഹു ഗഫൂർ റഹീം, അള്ളാഹു പൊറുക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു അബദ്ധം വന്നാൽ അതുമ്മ പിടിച്ച് തൂങ്ങരുത്. നമ്മൾ റബ്ബേ എനിക്ക് തെറ്റുപറ്റി എന്ന് പാപമോചനം തേടണം എന്നത് സൂചിപ്പിക്കാനായിരിക്കണം ഇവിടെയും ഈ ഒരു വിഷയം, ഈ ഒരു അദബ് പഠിപ്പിക്കുന്നിടത്ത് വല്ലാഹു ഗഫൂർ റഹീം എന്ന് പറഞ്ഞത്. ഏത് അദബും നമുക്കറിയാവുന്നിടത്ത് നമ്മൾ പാലിക്കുന്നു. ചില സന്ദർഭങ്ങളിൽ നമ്മളവിടെ പാളിപ്പോകുന്നു. കൂടുതലും നമ്മൾ പാലിക്കുന്നു, പലപ്പോഴും പാളിക്കുന്നു, അതായത് പാളിപ്പോകുന്നു. അങ്ങനെ പാളിപ്പോയാൽ അതിൽ പിടിച്ച് തൂങ്ങരുത്, അതിൽ ഉറച്ചു നിൽക്കരുത്. വല്ലാഹു ഗഫൂർ റഹീം, അള്ളാഹു പൊറുക്കുന്നവനാണ്, കരുണ ചെയ്യുന്നവനാണ്. അവനോട് പറയണം റബ്ബേ പുറത്തു തരണമേ. പിന്നെ മറ്റൊരു വിഷയം പറയാം.
എന്തെങ്കിലും ഒരു വാർത്തയുമായി സമൂഹത്തിൽ സാധാരണ അങ്ങനെ ഉണ്ടാവുമല്ലോ, പുതിയ കാര്യങ്ങളുമായിട്ട് ആരെങ്കിലുമൊക്കെ വരും. അപ്പോൾ അത് കേട്ട പാടെ നമ്മളത് പ്രചരിപ്പിക്കാൻ പാടില്ല. ചില വ്യക്തികളെക്കുറിച്ച് ഇപ്പോൾ അയൽപ്പക്കവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, ആ അയൽപ്പക്കത്ത് ഒരു അയൽപ്പക്ക സഹോദരി വന്നിട്ട് എൻ്റെ വീട്ടിലെ സഹോദരിയോട് ഒരു കാര്യം വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചോ അതല്ലെങ്കിൽ എന്തെങ്കിലുമോ എവിടുന്നോ കേട്ട ഒരു കാര്യം, ചിലപ്പോൾ സംഭവിച്ചതായിരിക്കാം, കേട്ട ഒരു കാര്യം ഞാനങ്ങ് പറയുന്നു. എൻ്റെ വീട്ടിലെ ഒരു സഹോദരി മറ്റൊരാളോട് പറയുന്നു, അതാ ഇന്നയാൾ പറഞ്ഞതാ, ഞാനത് കേട്ടു, ഞാൻ കേട്ടതാ കേട്ടോ, എനിക്കറിയില്ല കേട്ടോ എന്നൊക്കെ പറയും നമ്മൾ. അങ്ങനെ നമ്മൾ പറയും. കുറച്ച് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് അങ്ങനെ ഒരു സംഭവം ഈ നാട്ടിലുണ്ടായിട്ടല്ലല്ലോ, വേറെ എവിടെയോ ഉള്ളൊരു കഥയായിരുന്നു. അപ്പോൾ ഈ നാട്ടിലെ ഏതോ ഒരു സഹോദരൻ്റെയോ പേരിലാണ് പ്രചരിച്ചത്. എന്തു ചെയ്യും? ഇന്നതിനൊക്കെ വലിയ നിയമങ്ങളുണ്ട്. ഈ നിയമം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഹുജുറാത്ത് അധ്യായത്തിലൂടെ കൃത്യമായി പഠിപ്പിച്ചു, അന്ന് പഠിപ്പിച്ചു. അങ്ങനെ ആരെങ്കിലും ഒരു വാർത്തയുമായി വന്നാൽ, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ആ കാര്യത്തിൽ. ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ, സാധാരണഗതിയിൽ സമൂഹത്തിലെ ഉന്നതരായ അതല്ലെങ്കിൽ വിശ്വസ്തരായ ആളുകൾ അല്ല, മറ്റൊരാളിൽ നിന്ന് അങ്ങനെ ഒരു വാർത്ത വരുന്ന സമയത്ത് പ്രത്യേകിച്ചും ഫതബയ്യനു, നിങ്ങളതിന് വ്യക്തത തേടണം. അതിൻ്റെ പ്രൂഫ് നിങ്ങൾക്ക് കിട്ടണം. ഇല്ലെങ്കിൽ ഒരു കാരണവശാലും പറയരുത്. പറഞ്ഞാലോ അൻ തുസീബു ഖൗമൻ ബിജഹാല, നിങ്ങളുടെ ആ അജ്ഞത കാരണം നിങ്ങൾ പറഞ്ഞതിലൂടെ എന്തെങ്കിലും വലിയ മുസീബത്ത് ആ സമൂഹത്തിന് ബാധിക്കും. അലാമ ഫഅൽതും നാദിമീൻ ഫതുസ്ബിഹു അലാമ ഫഅൽതും നാദിമീൻ, അവസാനം നിങ്ങൾ ആ പറഞ്ഞതിൻ്റെ ചെയ്തതിൻ്റെ പേരിൽ ഖേദിക്കേണ്ടി വരികയും ചെയ്യും എന്ന്. എന്നിട്ട് ഒരു പൊതു കാര്യം കൂടെ പറഞ്ഞു, റസൂലുള്ളാഹി നിങ്ങളെ പഠിപ്പിക്കുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. നിങ്ങളുടെ കൂട്ടത്തിൽ റസൂലുള്ളാഹി ഉണ്ടെന്ന് നിങ്ങൾ അറിയണം. അപ്പം നമ്മളോട് പറയുമ്പോൾ റസൂലുള്ളാഹിയുടെ സുന്നത്ത് നമ്മുടെ മുമ്പിലുണ്ട് എന്ന് നമ്മൾ അറിയണം. നിങ്ങളെ റസൂൽ ഇങ്ങോട്ട് അനുസരിക്കുക എന്നതല്ല വേണ്ടത്, റസൂലിനെ നിങ്ങൾ അനുസരിക്കുകയാണ് വേണ്ടത്. ലൗ യുതിഉകും ഫീ കസീരിൻ മിനൽ അംർ ലഅനിത്തും, വലിയ പ്രയാസം ഉണ്ടാകുമായിരുന്നു അങ്ങനെയാണെങ്കിൽ. മറിച്ച് വേണ്ടതെന്താ? നമ്മൾ ഈമാനുള്ളവരാവുക. ഇവിടെ നല്ല 2 ഭാഗം പറയുന്നുണ്ട്. മുഅ്മിനുകളുടെ ഭാഗവും ഹൃദയം എങ്ങനെയായിരിക്കും, അതേപോലെ തന്നെ നിഷേധത്തിൻ്റെ ഭാഗം എങ്ങനെയായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഒന്ന് അവിടെ വേണ്ടത് ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന, ഈമാനിനെ അള്ളാഹു ഇഷ്ടപ്പെടുത്തി തരിക എന്നുള്ളതാണ്. ഫീ ഖുലൂബിക്കും, ഹൃദയങ്ങളിൽ. അതേപോലെ കറഹ ഇലൈക്കും, ഇഷ്ടമില്ലാതെയാക്കി തരുന്നത് അൽ കുഫർ, നിഷേധത്തെ, വൽ ഫുസൂഖ്, തോന്നിയതുപോലെയുള്ള ലൈഫ്, വൽ ഇസ്യാൻ, ധിക്കാരം. നമ്മളിത് 3 ഇല്ലാതെ കുഫറും ഫുസൂഖും ഇസ്യാനും വെടിയുക. എന്നിട്ട് അൽ ഹുബ്ബു ഇലൽ ഈമാൻ, അതിനെ സയ്യനഹു ഫി ഖുലൂബിക്കും, ഹൃദയത്തിൽ അത് സീനത്തായി മാറും ഈമാൻ. അള്ളാഹു അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കാം. ഇനി മറ്റൊരു കാര്യം ഇവിടെ പറയുന്നത് തൊട്ടടുത്ത 9-ാമത്തെ വചനത്തിൽ, എന്തെങ്കിലും പ്രശ്നം 2 കൂട്ടർ തമ്മിൽ ഉണ്ടായാൽ അവിടെ വേണ്ടതെന്താ? യുദ്ധം നടക്കുക, അല്ലെങ്കിൽ വഴക്ക് നടക്കുക, അടി പിടി കച്ചറ നടക്കുകയാണ്. അവിടെ എന്ത് ചെയ്യണം? അവിടെ നിങ്ങൾ പോയിട്ട് ഫഅസ്ലിഹു ബൈനഹുമ, ആ 2 ആളുകൾക്കിടയിൽ, 2 ഗ്രൂപ്പുകൾക്ക്, 2 വിഭാഗങ്ങൾക്ക്, 2 അംഗങ്ങൾക്ക് ഇടയിൽ നിങ്ങൾ ഇസ്ലാഹ് നടത്തണം, അവരെ നന്നാക്കിയെടുക്കണം. അവിടെ പോയിട്ട് നിങ്ങൾ കൂടി ചെന്ന് പ്രശ്നം വളരെ വലുതാക്കരുത്. പ്രശ്നത്തെ പരിഹരിക്കുവാൻ ശ്രമിക്കണം. പ്രശ്നം പരിഹരിക്കുന്ന സമയത്ത് ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ഫഅസ്ലിഹു ബൈനഹുമ ബിൽ അദ്ൽ വഅഖ്സിതു, ഫഅസ്ലിഹു ബൈനഹുമ ബിൽ അദ്ൽ വഅഖ്സിതു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. അല്ലാഹുവിന് ഇഷ്ടം നീതി പാലിച്ച് കൃത്യമായി ചെയ്യുന്ന ആളുകളാണ്. അല്ലാതെ 2 ആളുകൾ തമ്മിൽ, ഇപ്പം സാധാരണഗതിയിൽ നമ്മൾ റോഡിലൊക്കെ കാണാം, ഹൈവേയിൽ ഒരു വണ്ടി ഇടിച്ചാൽ, ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ ഓടിച്ചെന്നിട്ട് ആ നാട്ടിൽ ആ സമയത്ത് ആ അങ്ങാടിയിലുള്ളത് ആരാണോ അവർ ഒരു ടീം, ആ ടീമിൽ തന്നെ പ്രയോറിറ്റി ഏത് ടീമാണോ അവരെന്ത് ചെയ്യും? വേഗം വന്നിട്ട് 2 പേര് ചോദിക്കുക, അല്ലെങ്കിൽ 2 നാട് ചോദിക്കുക. എന്നിട്ട് ഒരുത്തൻ ആ അപകടം നടന്ന സ്ഥലത്തുകാരനും മറ്റൊരാൾ മറ്റു ദൂരെയുള്ള ഒരു നാട്ടുകാരനുമാണെങ്കിൽ പിന്നെ നോക്കണ്ട, ആ ദൂരെ നാട്ടുകാരൻ കുടുങ്ങി. കാരണം നാട്ടുകാരനെ സംരക്ഷിക്കുക നമ്മളെല്ലാവരും കൂടെ. പാടില്ല. തെറ്റ് നമ്മുടെ നാട്ടുകാരൻ്റെ ഭാഗത്താണെങ്കിൽ തെറ്റ് തന്നെയാണ്. ദൂരെ നാട്ടുകാരനാണ് നമ്മൾ അവിടെ അയാളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ അവിടെയാണ് നിൽക്കേണ്ടത്. സ്ഥലം നോക്കിയിട്ട് ഒരിക്കലും നിൽക്കാൻ പാടില്ല, മതം നോക്കിയിട്ട് നിൽക്കാൻ പാടില്ല, നിറം നോക്കിയിട്ട് നിൽക്കാൻ പാടില്ല,
ജാതി നോക്കിയിട്ട് നിൽക്കാൻ പാടില്ല. അതൊന്നുമല്ല അവിടെ വേണ്ടത്. മറിച്ച് ബിൽഅദ്ൽ, നീതിയായിരിക്കണം, തെറ്റാരുടെ ഭാഗത്തായിരുന്നാലും. എന്നിട്ട് അവിടെ തന്നെ തെറ്റ് ചെയ്തവനെ തന്നെയും വീണ്ടും വേറെ ഒരു തെറ്റ് മൂന്നാമതൊരു വിഭാഗം ചെയ്യുകയല്ല വേണ്ടത്. പ്രശ്നം പരിഹരിക്കാനുള്ള മാർഗങ്ങളാണ് നമ്മൾ തേടേണ്ടത്. അവിടെ ഒരു ആക്സിഡൻ്റ് ആണെങ്കിൽ അപകടപ്പെട്ട ആളുകളെ ആദ്യം നമ്മൾ മൈൻഡ് ചെയ്യണം. എന്ത് പറ്റി എന്നുള്ളതല്ല, അവർക്ക് പറ്റിയെങ്കിൽ അത് പരിഹരിക്കണം. വാഹനം നീക്കേണ്ടാത്തതാണെങ്കിൽ അത് അവിടെ നിൽക്കട്ടെ, അതിന് അതിൻ്റേതായ മാർഗങ്ങൾ ഒരു ടീം വേറെ ചെയ്യട്ടെ. എന്നിട്ട് രണ്ട് കൂട്ടരെയും വീണ്ടും ഒരു പ്രയാസത്തിലേക്ക് നീക്കാതെ, തള്ളിവിടാതെ അതിനെ എങ്ങനെ ഏറ്റവും രമ്യമായി പരിഹരിക്കാം എന്ന ഭാഗത്തെക്കുറിച്ച് പരിശോധിക്കണം. ഇതാണ് എപ്പോഴും എവിടെയും ഉണ്ടാകേണ്ടത് എന്നത് ഈ ആദാബ് പഠിപ്പിക്കുന്ന അധ്യായം വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി 10-ാമത്തെ വചനത്തിൽ വീണ്ടും അത് തന്നെ സൂചിപ്പിച്ചു. നിങ്ങൾക്കിടയിൽ നിങ്ങൾ ഇസ്ലാഹ് നടത്തണം, സഹോദരങ്ങളാണ് നിങ്ങൾ എന്ന ഓർമ്മപ്പെടുത്തൽ. 11-ാമത്തെ വചനം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഏറെ ചിന്തനീയമായ വചനമാണ്. ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗം. ഒരു കൂട്ടരും മറ്റൊരു കൂട്ടരെയും കളിയാക്കാൻ, പരിഹസിക്കാൻ പാടില്ല. അസ അൻ യകൂനു ഖൈറൻ മിൻഹും. ഒരു പക്ഷേ കളിയാക്കപ്പെട്ടവരായിരിക്കും കളിയാക്കിയവരെക്കാൾ ഉത്തമരായ ആളുകൾ. കുന്നിൻ്റെ മുകളിൽ കയറി അങ്ങ് ഒരുപാട് ഉയരത്തിൽ, ഏറ്റവും വലിയ മലയുടെ മുകളിൽ കയറി നിൽക്കുന്ന ഒരു സഹോദരൻ താഴെയുള്ള മനുഷ്യരെ നോക്കിയപ്പോൾ വളരെ ചെറുതായി, ഉറുമ്പിൻ്റെ വലിപ്പത്തിലാണ് ആളുകളെ കാണുന്നത്. തീപ്പെട്ടിക്കൂട് പോലെ എന്ന് നമ്മൾ പണ്ട് പറയാറുണ്ട്. അങ്ങനെയാണ് കാണുന്നത് വാഹനങ്ങളെ. അതുപോലെ ആളുകളെ ചെറുതായി കാണുന്നു. എന്നിട്ട് അയാൾ വിളിച്ചു പറയാം, നിങ്ങളൊക്കെ ചങ്ങാതിമാരെ വളരെ നിസാരര, വളരെ ചെറുതാണ് എന്ന് പറയാം. അപ്പോഴാണ് കൂട്ടത്തിൽ താഴെയുള്ള വിദ്വാൻ അല്ലെങ്കിൽ നല്ല അറിവുള്ള ഒരു മനുഷ്യൻ വിളിച്ച് തിരിച്ച് അവനോട് പറഞ്ഞു, മോനെ നീ അങ്ങനെ പറയരുത്, ഞങ്ങൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നിന്നെയും വളരെ ചെറിയ ഒരു പൊട്ടായിട്ടാണ് കാണുന്നത്, നീ വളരെ ചെറുതാ എന്ന് പറയുമ്പോൾ അവന് ബോധ്യപ്പെടുകയാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ മറ്റൊരാളെയും കുറ്റപ്പെടുത്തരുത്. കവി സൂചിപ്പിക്കുന്നുണ്ട്, യാ ഐനു എന്ന് വിളിച്ചുകൊണ്ട്, കണ്ണേ എന്ന് വിളിച്ചുകൊണ്ട്, യാ ലിസാനു നാവേ എന്ന് വിളിച്ചുകൊണ്ടൊക്കെ പറയുന്നത് എന്താണെന്നറിയോ? നാവേ, നീ മറ്റൊരാളുടെയും ന്യൂനതയെ കേട്ടാൽ, അറിഞ്ഞാൽ വിളിച്ചു പറയരുത്. നിന്റെ ന്യൂനത അറിയുമ്പോൾ പറയാനുള്ള നാവ് അവർക്കുമുണ്ട് എന്നോർക്കണം. കണ്ണേ, മറ്റൊരാളുടെയും ന്യൂനതയെ നീ കാണുമ്പോൾ അത് വേറെ ആരുടെ മുമ്പിലും പറഞ്ഞു കൊടുക്കരുത്, പ്രദർശിപ്പിക്കരുത്, വഷളാക്കരുത്. കാരണം അവർക്കുള്ള കണ്ണുകൊണ്ട് അവർ നിന്റെ പോരായ്മകളെ കാണുന്നുണ്ട്, അവരും പ്രചരിപ്പിക്കുമല്ലോ എന്നോർക്കണം. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഓർക്കുക, നമ്മേക്കാൾ ഉത്തമർ എനിക്ക് കുഴപ്പങ്ങളുള്ളത്, അവർക്ക് കുഴപ്പങ്ങളുള്ളതുപോലെ എനിക്കും കുഴപ്പങ്ങളുണ്ടെന്നേ. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അത് കുടുംബജീവിതത്തിലായാലും എവിടെയും നമ്മൾ ഓർക്കേണ്ടത് അതാണ്. അവൾക്ക് കുറേ പ്രശ്നങ്ങളുണ്ട് എന്നത് ശരിയായിരിക്കാം, പക്ഷേ എനിക്കും കുറേ പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഒരു വിഷയത്തിൽ വളരെ മോശമായി അവളെ കാണുന്നുണ്ടെങ്കിൽ മറ്റൊരു വിഷയത്തിൽ ഞാനായിരിക്കും മോശം, അവൾ നല്ലതായിരിക്കും. അതുകൊണ്ട് തന്നെ പരസ്പരം അറിഞ്ഞ് ജീവിക്കുവാൻ കഴിയണം എന്നുകൂടെ ഈ വചനം ഓർമ്മപ്പെടുത്തുന്നു. സ്ത്രീകളെ ഇവിടെ പ്രത്യേകം പറഞ്ഞു. സത്യവിശ്വാസികളെ നിങ്ങൾ കളിയാക്കരുത് എന്ന് പറഞ്ഞു പൊതുവായി. എന്നിട്ട് അതേ വചനത്തിൽ സ്ത്രീകളെ നിങ്ങളും ചെയ്യരുതെന്ന് പറഞ്ഞാൽ സ്ത്രീകൾ സത്യവിശ്വാസികളല്ല എന്ന് പറയേണ്ടി വരുമോ? അല്ല, അതുകൊണ്ടല്ല. മറിച്ച് പൊതുവെ അങ്ങനെയുള്ള സംസാരങ്ങൾക്ക് കൂടുതൽ ഒരു വഴക്കം കിട്ടുന്നത്, അല്ലെങ്കിൽ കൂടുതലായി അത് സംഭവിക്കാറുണ്ടോ സ്ത്രീകൾക്കിടയിൽ എന്നതുകൊണ്ടായിരിക്കണം. വല്ലാഹു അലം. ഞാൻ അതിലേക്ക് പറഞ്ഞ് സ്ത്രീകൾക്കൊരു വിഷമം ഉണ്ടാക്കണില്ല. ഈ വചനം അങ്ങനെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. വല നിസാഉൻ മിൻ നിസാഇൻ അസ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന. ഒരു പെണ്ണും മറ്റൊരു പെണ്ണിനെയും അങ്ങനെ പറയരുത്, കളിയാക്കരുത്, പരിഹസിക്കരുത്. പോരായ്മകൾ മറ്റൊരാളോട് പറയരുത്. പോരായ്മകളെ ഒതുക്കി വെക്കൂ, അത് പരസ്പരം ചർച്ച ചെയ്ത് തീർക്കൂ, വേറെ ഒരാളുടെ മുമ്പിലേക്ക് ഇടാതിരിക്കൂ. നന്മകളെ ഒതുക്കി വെക്കാതെ മറ്റുള്ളവർക്ക് കൂടെ അത് അറിയിച്ചു കൊടുക്കൂ. എന്ത് സന്തോഷമായിരിക്കും ജീവിതം എന്ന് ആദാബ് പഠിപ്പിക്കുന്ന സൂറത്തുൽ ഹുജുറാത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ വചനത്തിലെ ഒരു ഭാഗം കൂടെ, വല തൽമിസു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്തരുത്, വല തനാബസു ബിൽ അൽഖാബ്, സ്ഥാനപ്പേരുകൾ മോശമായതൊന്നും ഇട്ട് വിളിക്കാൻ പാടില്ല. ബിഅ്സൽ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ, വിശ്വാസികൾക്ക് പിന്നെയും മോശമായ പേരുകൾ വിളിക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ വചനവും നേരത്തെ പറഞ്ഞതുപോലെ ഒരു വാൽകഷ്ണമായി വമല്ലം യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ എന്ന് ജാഗ്രത പാലിക്കാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നിട്ടും ഇങ്ങനെയൊക്കെ വന്നിട്ടും തൗബ ചെയ്യുന്നില്ലെങ്കിൽ അവർ അക്രമികളാണ്.
അവസാനിപ്പിക്കാം. ഇവിടെ ഒരു വചനം ബിഅ്സലിസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്. ഞാനൊരു ആയത്ത് മുഴുവനായി പാരായണം ചെയ്യിക്കുന്നില്ല. ഇന്ന് ശ്രദ്ധിക്കാനുള്ള കാര്യം, ഒട്ടുമിക്ക ആളുകൾക്കും തെറ്റുപറ്റാറുള്ളത് ആ വചനം വലാ തനാബസൂ ബിൽ അൽഖാബ് ബിഅ്സൽ ഇസ്മുൽ ഫുസൂഖ് എന്ന് വായിക്കും. ബിഅ്സൽ ഇസ്മു, ബിഅ്സൽ ഇസ്മു എന്നല്ല വേണ്ടത്. ബിഅ്സൽ എന്ന് ലാമിന് സുക്കൂനില്ല, ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ. നേരെ മറിച്ച് ഇസ്മു എന്ന ഹംസ അത് എഴുതിയിട്ടുമില്ല. ബിഅ്സൽ എന്ന് സുക്കൂനുള്ള ലാമിൻ്റെ സുക്കൂൻ ഒഴിവാക്കിയിട്ട് കെസ്ർ കൊടുത്തു. എന്നിട്ട് ഇസ്മു എന്നുള്ള ഈ ഒഴിവാക്കി. ഓക്കെ, 2 ഹംസകളുണ്ട്. ഇൽത്തിഖാ സാക്കിനൈനി എന്ന തജ്വീദിൻ്റെ ഹുക്കുമുണ്ട്. ഇതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. വേണ്ടത് ലാമിന് കെസ്ർ കൊടുക്കുക, ഹംസയെ 2 ഒഴിവാക്കുക. അൽ എന്ന ഹംസയും ഒഴിവാക്കുക, അതുപോലെ ഇസ്മ എന്നതിൻ്റെ തുടക്കത്തിലെ ഇ എന്ന ഹംസയും ഒഴിവാക്കുക. അതിനിടയിൽ അല്ലിൻ്റെ ലാമ് മാത്രമുണ്ട്. ആ ലാമിൻ്റെ സുക്കൂൻ എടുത്തിട്ട് കെസറാക്കി മാറ്റുക. ബിഅ്സലിസ്മു, ലിസ്മു LISM എന്ന് കാണുക. LISMU, ലിസ്മു. ഉദാഹരണത്തിന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ, ബിഅ്സലിസ്മു ബിഅ്സലിസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ. ഓക്കെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അള്ളാഹ് വീണ്ടും 50-ാം അധ്യായം സൂറത്തു ഖാഫിൽ അടുത്ത ദിവസം ദുആ വസിയത്തോടെ, ദുആഓടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.